നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ജലജ എന്ത് ചെയ്യണമെന്നറിയില്ല നിൽക്കുവാണ്. ജലജയ്ക്ക് സങ്കടവും ദേഷ്യവും ഒന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നയന ഈ വീട് വിട്ട് പോയവളാ. അവൾക്ക് വേണ്ടിയിട്ട് 3-ാം മാസ ചടങ്ങിന് അമ്മ വില കൂടിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്, അതും നല്ല അടിപൊളി നെക്ലേഴ്സ് പണിയിച്ചിരിക്കുന്നത്. ഇത്ര നല്ലൊരു ഡിസൈൻ ഈ അടുത്ത കാലത്തെങ്ങും താൻ കണ്ടിട്ട് പോലുമില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ജലജയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ജലജ നബിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ നബിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുക എന്നൊരു ചിന്തയോടുകൂടി അങ്ങോട്ട് കയറി ചെല്ലുന്നേ. അബി മുറിയിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്നിട്ട് നബിയോട് പറഞ്ഞു, എന്റെ മോളെ ഇപ്പോഴല്ലേ ഓരോ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നേന്ന് പറഞ്ഞു. എന്താമ്മേ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല, നിന്റെ അനുജത്തി ഉണ്ടല്ലോ നയനയുടെ 3-ാം മാസത്തെ ചടങ്ങ് നടക്കുമല്ലേ? ഇതിനു മുമ്പ് നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിന്റെ 3-ാം മാസത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നിന്റെ മുത്തശ്ശി ഇത്ര വില കൂടിപ്പോടെ സമ്മാനമൊന്നും മേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നയന പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവളുടെ 3-ാം മാസ ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു നെക്ലേഴ്സ് പണിയിപ്പിച്ചിരിക്കുന്നു. ലക്ഷങ്ങൾ വില വരുന്ന നെക്ലേഴ്സ് ആന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അതൊക്കെ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അമ്മേ? അല്ലെങ്കിലും നവ്യെ എന്നെ ഒന്നും ഈ വീട്ടിലുള്ള ആർക്കും ഇഷ്ടമില്ലോ എന്ന് പറഞ്ഞു. അതെ, തിരിച്ചു വ്യത്യാസം എന്ന് പറഞ്ഞ ഇതാ. അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന പേരക്കുഞ്ഞ് നവ്യയുടെ നിന്റെ അല്ലായിരുന്നോ? എന്നിട്ടോ അതിന് വേണ്ടിയിട്ട് അവരെന്തേലുമൊക്കെ ചെയ്തോന്ന് ചോദിച്ചു. ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വെച്ചെങ്കിലും ഇത്ര ആർഭാടമായിട്ടൊന്നും അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നയനെ വീട് വിട്ട് പോയിട്ട് പോലും അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് നവ്യ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാമേ, എല്ലാരും ഞാൻ മനസ്സിലാക്കി വരുവാന്ന് പറഞ്ഞു. അല്ലേലും എന്റെ മോനെ എന്നും അവരും 3-ാം തരക്കാരനായിട്ടോ കണ്ടിട്ടുള്ളൂ. എന്റെ മോന്റെ കുഞ്ഞിനെ അതുപോലെ തന്നെയാ. അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഒന്നും ഒരു പരിഗണന തരാതെ ഇത്ര നാളും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. അബി പറഞ്ഞു, അത് ശരിയാ, ഞാൻ ജോലിക്ക് പോകുന്നതിനോട് പോലും ഈ വീട്ടിലുള്ള അമ്മായിക്കൊന്നും താല്പര്യമില്ലായിരുന്നു. നവി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാടാ. നിന്നെ വിടാതിരിക്കാൻ വേണ്ടിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. നീ ജോലിക്ക് പോകുക തന്നെ ചെയ്യും. അല്ലെങ്കിലും ഈ മൂർത്തി ജ്വല്ലറി എത്ര കാലം ഉണ്ടാവും ആര് കണ്ടു? ഏൻ ജ്വല്ലറിയിൽ നീ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിൻ്റെതായ ഗുണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും അഭി പറഞ്ഞു, ശരിക്കും പറഞ്ഞ നീ ഉള്ളത് കൊണ്ടാണ് നവിയെ, അല്ലെ ഞാൻ എന്ത് ചെയ്തനോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലുള്ളവരും നിന്റെ വീട്ടുകാരും എത്രമാത്രം ശ്രമിച്ചു. എന്നിട്ട് അതൊന്നും നടപ്പിലാകാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നവി പറഞ്ഞു, അതൊന്നും ഓർത്ത് അഭി നീ വിഷമിക്കേണ്ട, ഞാനില്ലേ നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞു. ജലജിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇനിയിപ്പോൾ അവൾ ഒരു കാരണവശാലും അബിയ വിശ്വസിക്കാൻ പോകുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. തന്റെ മോന്റെ ഭാഗ്യം എന്നല്ലാതെ എന്തു പറയാനായിട്ട്. അല്ലായിരുന്നെങ്കിലും നബിയ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞായിരുന്നെങ്കിലും ഉറപ്പായിട്ടും അബിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയാണെന്ന് ജലജിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നീട് ജലജ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അബി പറഞ്ഞു, അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടെന്ന് തോന്നേ നമ്മുടെ കാര്യം ഓർത്തിട്ട്. നബി പറഞ്ഞു, സാരമില്ലടാ, സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഞാനില്ല നിന്റെ കൂടെ. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണം അവരൊക്കെ ചെയ്തോട്ടെ, എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. നീ ഇനിയിപ്പോൾ ഏൺ ജ്വല്ലറിയുടെ മാനേജർ ആകാൻ പോകുമല്ലേ? നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ വീട് മാറും. വേറൊരു നല്ല വീടെടുത്ത് നമ്മൾ പുതിയതായിട്ട് ജീവിതം തുടങ്ങുകയും ചെയ്യും. കണ്ടു, ഇവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഇതേ സമയം നന്ദു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ കനകയായിട്ട് സംസാരിക്കണ സമയത്ത് നന്ദു പറഞ്ഞു, അതെ ആദർശേട്ടനും നയനേച്ചിയും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നീട് 3-ാം മാസ ചടങ്ങിന് വരുന്നതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണ. കനക പറഞ്ഞു, അതെ മോൾ എന്നെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. ആ സമയം നന്ദി ചോദിച്ചു, അല്ലമ്മേ നവ്യേച്ചു വരുമോ മറ്റോ ചെയ്യുമോന്ന് ചോദിച്ചു. ആർക്കറിയാം അവള് വരുമോന്ന്. അവള് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, എനിക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഇങ്ങനെയുണ്ടോ പെൺകുട്ടികള്? ശരിക്കും പറഞ്ഞ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ ഏതൊരാളാണെങ്കിലും ഒന്ന് സംശയിക്കും. പക്ഷെ ഇപ്പോഴും അവൾ അബിയെ തലയിൽ കയറ്റി വെച്ചിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, എൻ്റെ അമ്മേ ആ വിഷയം വിട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു സമാധാനമായത്. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നവ്യേച്ചി അവനെ കൊന്നിട്ട് ചിലപ്പം എന്തെങ്കിലും കടുങ്കൈ ചെയ്തേനോ. അമ്മയ്ക്ക് അതാണോ വേണ്ടേന്ന് ചോദിച്ചു. എൻ്റെ മോളെ അതല്ല, എന്നാലും അവന്റെ കള്ളത്തരം അവൾക്ക് ഇതുവരെയായിട്ട് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലോ എന്നോർത്തൊരു സങ്കടം. അമ്മേ ഈ പറയുന്ന അബിയുടെ സ്വഭാവമൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നവ്യേച്ചിന് എന്തേലുമൊക്കെ പറഞ്ഞ് മയക്കെടുക്കാനായിട്ട് അവരെ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നവ്യേച്ചി അതിനകത്ത് വീണിരിക്കുക. ഇനിയിപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാവാനും പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് ശരിയാ, ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും ഒരു ദിവസം അവള് സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോളെ അധികം നാളൊന്നും ഈ അബിക്കും ജലജയ്ക്കും ഒന്നും നവ്യെ പറ്റിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ
അവൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അവൾ എൻ്റെ മോളാണ്. അവൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇതിന്ന് പിന്മാറാൻ സാധിക്കില്ല. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ദേവേനി ആദർശനെയും നയനെയും കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി മുത്തശ്ശി മേടിച്ച നെക്ലേസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിപ്പോ നയന് പറഞ്ഞു, എന്തിനാ അമ്മേ മുത്തശ്ശിയെ കൊണ്ട് ഇതൊക്കെ വാങ്ങിപ്പിച്ചെന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ ആരും പറഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ മുത്തശ്ശന് നിങ്ങളോട് സ്നേഹമില്ലെന്ന് ഓർത്ത് മുത്തശ്ശിയുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ. മുത്തശ്ശിക്ക് ഭയങ്കര സ്നേഹമാണ് നിങ്ങളോട്. അതുകൊണ്ടല്ലേ മുത്തശ്ശി നയനമോൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഡിസൈൻ ഒക്കെ തയ്യാറാക്കിയെന്ന് കഴിഞ്ഞു. ഇതുവരെയായിട്ടും ഇതുപോലത്തെ ഒരു കളക്ഷൻ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത്ര നല്ല അടിപൊളി നെക്ലേസ് ആ മോൾക്ക് വേണ്ടി പണിയിപ്പിച്ച് വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, പാവം മുത്തശ്ശിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നേ. മുത്തശ്ശൻ ഞങ്ങളെ അകറ്റി നിർത്തിയേക്കുന്നില്ല. അത് പിന്നെ ഇല്ലാതിരിക്കുമോ മോളെ, നല്ല വിഷമമുണ്ട്. പക്ഷെ അമ്മ അതൊന്നും പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം. അമ്മയ്ക്ക് സങ്കടമുണ്ട്. അമ്മ ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് ഓരോന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അച്ഛൻ്റെ തലയിലേക്ക് ഒന്നും കയറത്തില്ല എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അമ്മ വെറുതെ മുത്തശ്ശനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മുത്തശ്ശൻ ചെയ്ത് ശരിയാ എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. അല്ലമ്മേ, ഞാൻ ആ കമ്പനിയുടെ MD ആയിട്ടിരിക്കുന്ന സമയമല്ലേ കമ്പനി തകർച്ചയിലേക്ക് പോയത്. ഇത്രയും കാലത്തെ അനുഭവ സംഭവത്തിനിടയ്ക്ക് മുത്തശ്ശൻ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം പിന്നെ മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് ശരിയാ മോനെ, എന്നാലും ഇല്ലമ്മേ. കണ്ടു, അധികം വൈകാതെ തലയെടുപ്പോട് കൂടിയിട്ട് ഞാൻ അനന്തപുരിയിലേക്ക് കയറി വരും, സത്യങ്ങളൊക്കെ തെളിയിച്ചിട്ട്. അപ്പം മുത്തശ്ശന് എന്നിലൊരു വിശ്വാസം ഉണ്ടാവും. ദേവേനി പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ സംഭവിക്കണമെന്നാ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കണം. മുത്തശ്ശി പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാ ആ നെക്ലേസിനെ കുറിച്ചുള്ളതെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ എൻ്റെ നയനമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം തയ്യാറാക്കിയതല്ലേ, അപ്പൊ പിന്നെ അത് മോശമാവാൻ വഴിയുണ്ടോയെന്ന് ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ ഫംഗ്ഷന്. ദേവസ്വരെ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ. എനിക്കറിയാൻ പറ്റുന്നുണ്ട് അവരുടെ വിഷമം എന്താന്ന്. ഞാൻ ഇവിടെ ഇരുന്ന് വേദനിച്ചാലും അതവർക്ക് മനസ്സിലാവും, അതുപോലെ തന്നെ അവരൊന്ന് വേദനിച്ചാലും എനിക്ക് മനസ്സിലാവും വസുന്ധര എന്ന് പറഞ്ഞു. അതെന്താ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞേ? അല്ല, എൻ്റെ കൊച്ചുമക്കള് നയനെ ആദർശും എന്നെ ഓർത്ത് വിഷമിക്കുന്ന എനിക്കറിയാൻ പറ്റുന്നുണ്ട്. കാരണം അങ്ങനെ അവർ വേദനിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. എനിക്കറിയാം ആദർശ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ കുടുംബത്തിൽ കൊച്ചുമക്കളെ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവനാണ് എന്നെ. അതുപോലെ തന്നെ അവൻ എന്നെ അറിയാം, ഞാൻ എന്താ ഏതാന്നൊക്കെ അവനറിയാം. ഒരു പക്ഷേങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ദേഷ്യമൊക്കെ അത് ചിലപ്പം സത്യമല്ലെന്ന് പോലും അവൻ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. എനിക്കവനെ അത്രമാത്രം അറിയാവുന്നതുകൊണ്ടാ ഞാൻ അവൻ്റെ കർണത്ത് തല്ലിയപ്പം എൻ്റെ നെഞ്ച് എത്രമാത്രം പിടഞ്ഞെന്നറിയോ വസുന്ധരെ. പക്ഷെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവന് സത്യങ്ങൾ കണ്ടെത്താനായിട്ട് ഇറങ്ങി പുറപ്പെട്ടെ. എനിക്ക് ഉറപ്പുണ്ട് 7-ാം മാസത്തെ ചടങ്ങ് അതിഗംഭീരമായിട്ട് ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്താൻ പറ്റുമെന്ന്. 3-ാം മാസത്തെ ചടങ്ങ് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, 7-ാം മാസത്തെ ചടങ്ങ് അതിഗംഭീരമായിട്ട് അതിലും വിപുലമായിട്ട് നമുക്ക് നടത്താലോ വസുന്ധര എന്നൊക്കെ പറഞ്ഞു. വസുന്ധര മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ കണ്ടെത്തണമെന്ന് മാത്രം എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതിനിപ്പോൾ അതേ കാലം ഇരിക്കേണ്ട വരില്ല എന്ന് പറഞ്ഞു. ഈ സമയം നന്ദുവിനെ അനി വിളിക്കുന്നുണ്ട്. അനി വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. പിന്നീട് ചോദിച്ചു, അല്ല നയനടത്തിയുടെ 3-ാം മാസ ചടങ്ങിന് വരുമോയെന്ന് ചോദിച്ചു. നന്ദു പറഞ്ഞു, വരണമെന്ന് ഓർത്തായിരിക്കുന്നേ. അല്ല, അനി വരുന്നില്ലേന്ന് ചോദിച്ചു. ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നന്ദുവിനോട് പറഞ്ഞു, അവന്തേക്ക് എന്താണെന്ന് അറിയില്ല, നല്ല മാറ്റങ്ങളും കാര്യങ്ങളും എന്ന് പറഞ്ഞു. മാറ്റങ്ങളോ? അതെ, എൻ്റെ അടുത്ത് ഇപ്പോൾ അവൾ ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയതുപോലെയൊന്നും അല്ല. അത് മാത്രമല്ല, അവൾ കമ്പനിയിലേക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അത് നല്ലൊരു കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പും ആവുമല്ലോ എന്ന് പറഞ്ഞു. അവൾ MBA ഒക്കെ കഴിഞ്ഞല്ലേ, അവൾക്ക് ബിസിനസ്സും കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, അങ്ങനെയാണ് എനിക്കൊരു സഹായമായിരിക്കും. ആദർശേട്ടൻ വരുന്നോടം വരെ അവളും കൂടെ ഉണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും എന്നൊക്കെ അനി പറഞ്ഞു. എനിക്കറിയത്തില്ലല്ലോ അവളുടെ മനസ്സിൽ എന്താന്ന്. അനിയെ വിവാഹം കഴിക്കാനായിട്ട് നാഗേന്ദ്രൻ പറഞ്ഞിരിക്കുക എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും അനിയെ ഒന്ന് വളച്ചെടുക്കണം. അതിനു വേണ്ടിയാ അവന്തിക ശ്രമിക്കുന്നതെന്നുള്ള കാര്യം ഈ പറയുന്ന എനിക്കൊന്ന് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല താനും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.